ഈ വീഡിയോയില് നമ്മൾ 2025 PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഭരണഘടനയുടെ ചോദ്യങ്ങളും അതിലെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഹലോ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 PSC ചോദിച്ച ഭരണഘടനയുടെ ഭാഗത്തിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാണ് ഭരണഘടനാ ഭേദഗതി? 91-ാം ഭരണഘടനാ ഭേദഗതി. എന്താണ് 91-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്? അതായത് നമ്മുടെ കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാവും. ആ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. അതുപോലെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഓരോ മന്ത്രിസഭ ഉണ്ടാവും. ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. ഇതാണ് 91-ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത്. അപ്പോൾ മന്ത്രിമാരുടെ എണ്ണം സഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിന് 15% കൂടാൻ പാടില്ല എന്ന് പറയുന്ന ഭേദഗതി 91-ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ ഇതില് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ എണ്ണം 12 എണ്ണത്തിൽ മന്ത്രിമാരുടെ എണ്ണം സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ എണ്ണം 12 എണ്ണത്തിൽ കുറയാൻ പാടില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ഇതിൽ ഓപ്ഷൻസില് ഭരണഘടനാ ഭേദഗതിയും കൂടി ഡിസ്കസ് ചെയ്യാം. 42-ാം ഭരണഘടനാ ഭേദഗതി എല്ലാവർക്കും അറിയുന്നതാണ്. എപ്പോഴാ വന്നത്? 42-ാം ഭരണഘടനാ ഭേദഗതി 1976 എന്തറിയപ്പെടുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. നമ്മുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആമുഖം ഒറ്റ തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42-ാം ഭരണഘടനാ ഭേദഗതി 1976 പ്രകാരമാണ്. അങ്ങനെ ആമുഖത്തിൽ എത്ര വാക്കുകൾ കൂടിച്ചേർത്തു? 3 വാക്കുകൾ കൂടിച്ചേർത്തു. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. മലയാളത്തിൽ എങ്ങനെ പറയും? സ്ഥിതി സമത്വം, മതേതരം, അഖണ്ഡത. ഇനി ഈ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ഭരണഘടനയുടെ 4A എന്ന് പറഞ്ഞ ഭാഗത്തിൽ 51A എന്നുള്ള ആർട്ടിക്കിൾ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത്. അപ്പൊ മൗലിക കടമകൾ എന്ന ഭാഗം 42-ാം ഭരണഘടനാ ഭേദഗതി 1976 പ്രകാരമാണ് വന്നത്. എത്ര മൗലിക കടമകളാണ് വന്നത്? 10 മൗലിക കടമകൾ. ഇപ്പൊ മൊത്തം 11 മൗലിക കടമകളുണ്ട്. പക്ഷെ 10 മൗലിക കടമകളാണ് ഈ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത്. ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഈ 1976 സമയത്തൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. അത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് 52-ാം ഭരണഘടനാ ഭേദഗതി. 52-ാം ഭരണഘടനാ ഭേദഗതി എപ്പോഴാ വന്നത്? 1985. എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം വന്ന ഭേദഗതി ഏതാണ് ചോദിക്കും. 52-ാം ഭരണഘടനാ ഭേദഗതി. ഇത് പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ പട്ടിക കൂടിച്ചേർത്തിട്ടുണ്ട്. I2 10 10ാമത്തെ പട്ടിക. 52-ൽ I2 10 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തത് 52-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. എന്തിനെ കുറിച്ച് പറയുന്നു? കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റി പറയുന്നു. ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. ഇത് പ്രകാരം നമ്മുടെ ഭരണഘടനയിലെ 2 ആർട്ടിക്കിൾസിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. 102 102 191 102 191 102 191 ഇങ്ങനെ 2 ആർട്ടിക്കിൾസിലാണ് മാറ്റം വന്നത്. 102-ൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ച് പറയും. 191-ൽ നിയമസഭയിലെ അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ച് പറയും. ഇത് രണ്ടിലും ഈ ഭേദഗതി പ്രകാരം ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്താക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാ അംഗം എന്ന് പറയുന്നത് ലാൽ ദുഹോമയാണ്. ലാൽ ദുഹോമ. ആദ്യത്തെ കേരള നിയമസഭാ അംഗം ആരാണ് ചോദിച്ചത്? ആർ ബാലകൃഷ്ണപിള്ളയാണ് ആദ്യത്തെ കേരള നിയമസഭാ അംഗം. ഇത് പ്രകാരം പുറത്താക്കപ്പെട്ടത്. ഇനി ലാസ്റ്റത്തെ ഓപ്ഷനിലെ 73-ാം ഭരണഘടനാ ഭേദഗതി അറിയാലോ, പഞ്ചായത്തി രാജ്. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ്. ഇത് പ്രകാരം ഒരു പട്ടിക കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് ഏതാ പട്ടിക? 11-ാം പട്ടിക. 11-ാം പട്ടികയിൽ എത്ര വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു. 29 വിഷയങ്ങൾ. ഇനി ഒരു ഭേദഗതിയും കൂടിയുണ്ട് ഇതിന്റെ തൊട്ടടുത്ത്, 74-ാം ഭരണഘടനാ ഭേദഗതി. ഇത് എന്തിനെ കുറിച്ചിട്ടാണ്? നഗരപാലിക സമ്പ്രദായം. ഏത് ഭരണഘടനാ ഭേദഗതി? 74-ാം ഭരണഘടനാ ഭേദഗതി അഥവാ മുനിസിപ്പാലിറ്റി. ഇത് പ്രകാരം 12-ാം പട്ടിക കൂട്ടിച്ചേർത്തു. 12-ാം പട്ടികയിൽ എത്ര വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു ചോദിച്ചാൽ 18 വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു. ഈ പഞ്ചായത്തി രാജ് പറഞ്ഞ 73-ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുന്നേ നമ്മുടെ ഭരണഘടനയില് ഒരു ആർട്ടിക്കിളിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 40.
ഈ ആർട്ടിക്കിൾ 40 മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഭാഗത്ത് വരുന്നതാണ്. ഇതിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോ 52-ാം ഭേദഗതി പ്രകാരം 10-ാം പട്ടിക കൂട്ടിച്ചേർത്തു. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 11-ാം പട്ടിക കൂട്ടിച്ചേർത്തു. 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 12-ാം പട്ടികയും കൂട്ടിച്ചേർത്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ രാജ്യസഭയുമായി ബന്ധപ്പെട്ടത്. ആദ്യത്തെ ഓപ്ഷൻ 3-ൽ 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു. രണ്ടാമത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ഇതില് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് 3-ൽ 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകും. രാജ്യസഭയ്ക്ക് ഒരു കാലാവധി ഇല്ല. രാജ്യസഭ രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞ പോലെ ഒരു സ്ഥിരം സഭയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. പക്ഷേ ഇതിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും 3-ൽ 1 ഭാഗം അംഗം പിരിഞ്ഞു പോകും. അതായത് 1/3. ഇത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് 2/3 ആണ്. 2/3 തെറ്റാണ്. 2/3 തെറ്റാണ്. 1/3 ഓരോ 2 വർഷം കൂടുമ്പോഴും 3-ൽ 1 ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോകും. പക്ഷെ കാലാവധി ഇല്ല. രാജ്യസഭ എന്ന് പറഞ്ഞതിന് കാലാവധി ഇല്ല. അതൊരു സ്ഥിരം സഭയാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. കാരണം എന്താണ്? 3-ൽ 1 ഭാഗം അംഗങ്ങളാണ് ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോവുക. 3-ൽ 1 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകും. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഇനി രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. കറക്റ്റ് ആണ്. രാജ്യസഭ അറിയപ്പെടുന്നത് തന്നെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. രാജ്യസഭ എന്താണ് അറിയപ്പെടുന്നത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പൊ രാജ്യസഭ പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റേറ്റ്സിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നെ രാജ്യസഭ അറിയപ്പെടുന്ന എന്താ? ഉപരിസഭ എന്നും അറിയപ്പെടുന്നു കേട്ടോ. ഉപരിസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയിൽ എങ്ങനെ ഇലക്ഷൻ നടക്കുന്നത്? ജനങ്ങൾ നേരിട്ടാണോ രാജ്യസഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? അല്ല, ലോക്സഭയിലാണ് ജനങ്ങൾ നേരിട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിൽ എങ്ങനെയാണ്? നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലെ അംഗങ്ങൾ അവരവരുടെ സംസ്ഥാനത്തെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. നിയമസഭയിലെ അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ജനങ്ങൾ നേരിട്ടല്ല. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് ഏതിലെ അംഗങ്ങളെയാണ്? ലോക്സഭയിലെ അംഗങ്ങളെയാണ്. ഇനി ലാസ്റ്റത്തെ ഓപ്ഷൻ, ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. കറക്റ്റ് ആണ്. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കല്ല, ലോക്സഭയ്ക്കാണ്. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം ആർക്കാണ്? ലോക്സഭയ്ക്കാണ് കേട്ടോ. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ധനബില്ല് ആദ്യം ആരംഭിക്കുന്നത് ലോക്സഭയിലാണ് കേട്ടോ. മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 110. ഒരു ബില്ല് മണി ബില്ല് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? ലോക്സഭയിലെ സ്പീക്കറാണ്. അപ്പൊ മണി ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പൊ രാജ്യസഭയ്ക്കല്ല. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ വെച്ചിട്ട് 2, 3, 4 ശരി. അപ്പൊ സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഏത് കമ്മിറ്റിയാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. കറക്റ്റ് ആണ്. PK തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ലഭിച്ചത്. ഇത് കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി എപ്പോഴാ വന്നത്? PK തുങ്കൻ കമ്മിറ്റി 1989 കേട്ടോ. 1989 PK തുങ്കൻ കമ്മിറ്റി വന്നത്. ഈ ബൽവന്ത് റായ് മേത്തയാണ് 3 ടയർ, അതായത് 3 ഘടകങ്ങൾ, പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 3 ഘടകങ്ങളായിട്ട് വേണമെന്ന് പറഞ്ഞത്, 3 ടയർ സംവിധാനം വേണമെന്ന് പറഞ്ഞത് ബൽവന്ത് റായ് മേത്തയാണ്. എപ്പോഴാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നത്? 1957 കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നത് 1957. 3 ടയർ സംവിധാനം വേണ്ട, 2 ടയർ മതി എന്ന് പറഞ്ഞതാണ് അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി വന്നത് 1977. അശോക് മേത്ത കമ്മിറ്റി വന്നത് 1977 കേട്ടോ. 1977 അശോക് മേത്ത കമ്മിറ്റി വന്നത്. സർക്കാരിയ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ അല്ല. സർക്കാരിയ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് സർക്കാരിയ കമ്മീഷൻ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം അറിയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് സർക്കാരിയ കമ്മീഷൻ. അപ്പൊ എന്താണ് PK തുങ്കൻ കമ്മിറ്റി? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. അതേപോലെ ഇതില് LM സിംഗ്വി ഇല്ല കേട്ടോ. LM സിംഗ്വി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റി വന്നത് 1986.
എൽ.എം. സിംഗ്വി കമ്മിറ്റി വന്നത് 1986-ലാണ്. ഇദ്ദേഹവും പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണം എന്ന് പറഞ്ഞതാണ് എൽ.എം. സിംഗ്വി. അതിനുശേഷം വന്നതാണ് പി കെ തുങ്കൻ കമ്മിറ്റി. ഇദ്ദേഹം ചോദിക്കുമ്പോൾ പാർലമെന്ററി അംഗം ആരാണ്, പാർലമെന്ററി കൺസൾട്ടേറ്റീവ് അംഗം ഏതാണ് ചോദിക്കുമ്പോൾ പി കെ തുങ്കൻ കമ്മിറ്റി, അല്ലെങ്കിൽ എൽ.എം. സിംഗ്വി ഇല്ല ഓപ്ഷൻ എങ്കിൽ പി കെ തുങ്കൻ കമ്മിറ്റി തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് നമ്മള്. ഭരണഘടനാ ഭേദഗതി ഏതൊക്കെ പറഞ്ഞു ഇതില്? 73-ഉം 74-ഉം. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് ഏതാ പട്ടിക കൂട്ടിച്ചേർത്തത്? 11-ാം പട്ടിക കൂട്ടിച്ചേർത്തു. 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏതാ പട്ടിക കൂട്ടിച്ചേർത്തത്? 12-ാം പട്ടിക കൂട്ടിച്ചേർത്തു. 11-ാം പട്ടികയിൽ എത്ര വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു? 29 വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു. 12-ാം പട്ടികയിൽ 18 വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു കേട്ടോ. അത് റിവൈസ് ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തുല്യ ജോലിക്ക് തുല്യവേതനം. ഈ തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്നത് 4-ാം അധ്യായത്തിൽ. ഏത് ഈ 4-ാം അധ്യായം? 4-ാം അധ്യായം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശ തത്വങ്ങളാണ് 4-ാം അധ്യായം. എന്തിനെ കുറിച്ച് പറയുന്നു? മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശ തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്ന് പറയും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മലയാളത്തിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയും. മൊത്തം എത്ര മാർഗനിർദ്ദേശ തത്വങ്ങളുണ്ട്? 20 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഏത് അധ്യായത്തിലാണ്? 4-ാമത്തെ അധ്യായത്തിലാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭാഗത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 4-ാം ഭാഗത്തിലാണ്. അപ്പൊ 4-ാം ഭാഗത്തില് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഉൾപ്പെടുന്നത് പറഞ്ഞു. ഈ 4-ാം ഭാഗത്തിൽ പഠിച്ച ഒരു ആർട്ടിക്കിൾ നമ്മൾ നേരത്തെ പഠിച്ചു, നേരത്തെ ക്വസ്റ്റ്യനിൽ. ഏതായിരുന്നു ആർട്ടിക്കിൾ? 40. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഈ 4-ാം ഭാഗത്തിലാണ് കേട്ടോ. ശരി, അപ്പൊ തുല്യ ജോലിക്ക് തുല്യവേതനം. ഈ തുല്യ ജോലിക്ക് തുല്യവേതനം 4-ാമത്തെ ഭാഗത്തിൽ പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് തുല്യ ജോലിക്ക് തുല്യവേതനം. ഇനി ഏകീകൃത സിവിൽ നിയമം. ഈ ഏകീകൃത സിവിൽ നിയമം യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതും ഇതിൽ പറയുന്നതാണ് കേട്ടോ. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 44. സംഘടനാ സ്വാതന്ത്ര്യം. സംഘടനാ സ്വാതന്ത്ര്യം 4-ാം ഭാഗത്തിൽ ഉൾപ്പെട്ടതല്ല. ഏത് ഭാഗത്തിലാണ് സംഘടനാ സ്വാതന്ത്ര്യം? 3-ാം ഭാഗത്തിൽ. ഏത് ഭാഗം? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടതാണ്. 19-ാമത്തെ ആർട്ടിക്കിൾ, 19th ആർട്ടിക്കിളിൽ, 19ാമത്തെ ആർട്ടിക്കിളിലാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ട് 19ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് സംഘടനാ സ്വാതന്ത്ര്യം. അപ്പൊ അത് 4-ാമത്തെ ഭാഗത്തിലാണോ? അല്ല, 3-ാമത്തെ ഭാഗത്തിൽ. പൊതുതൊഴിലിൽ തുല്യ അവസരം. പൊതുതൊഴിലിൽ തുല്യ അവസരം എന്ന് പറയുന്നത് 3-ാമത്തെ ഭാഗത്തിൽ പറയുന്നതാണ്. അവസര സമത്വം. അവസര സമത്വം ആർട്ടിക്കിൾ ഏതാണ്? 16-ാമത്തെ ആർട്ടിക്കിൾ. അത് ഏത് ഭാഗത്തിലാണ്? 3-ാം ഭാഗം. 3-ാം ഭാഗത്തില് 16-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നതാണ് പൊതുതൊഴിലിൽ തുല്യ അവസരം. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ ശരിയായിട്ടുള്ള ഉത്തരം ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 4-ാമത്തെ അധ്യായത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെടാത്തത് 3-ഉം 4-ഉം ആണ്. അപ്പൊ ഡി ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3 ലിസ്റ്റുകളും അതിൽ ബന്ധപ്പെട്ട വിഷയങ്ങളും ചേർത്തിട്ടുണ്ട്. ചേരുംപടി ചേർക്കുക. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറയണം. അപ്പൊ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പട്ടികയാണ് 7-ാമത്തെ പട്ടിക. 7-ാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. 10-ാമത്തെ പട്ടിക കൂറുമാറ്റ നിരോധന നിയമം, 11-ാമത്തെ പട്ടിക പഞ്ചായത്ത് രാജ്, 12-ാമത്തെ പട്ടിക നഗരപാലിക. അപ്പോ 7-ാമത്തെ പട്ടികയില് നമുക്ക് 3 ഭാഗങ്ങളായിട്ട് ലിസ്റ്റുകളെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന വിഷയങ്ങളെ കുറിച്ച് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താൻ പറ്റുന്നതൊക്കെ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരമുള്ള വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ. ഇതിൽ 3 പെടാത്ത വിഷയങ്ങൾ ഏതിൽ ഉൾപ്പെടുത്താം? റെസിഡ്യുവൽ പവർ അഥവാ അവശിഷ്ട അധികാരം. അവശിഷ്ട അധികാരം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതിലാണ് ഈ 3 പെടാത്ത വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവശിഷ്ട അധികാരത്തിലാണ്. അവശിഷ്ട അധികാരം ആർട്ടിക്കിൾ 248. അവശിഷ്ട അധികാരത്തിന്റെ ആർട്ടിക്കിൾ 248 ആണ്. അവശിഷ്ട അധികാരം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോ ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പ്രതിരോധം, ആണവോർജം. കറക്റ്റ് ആണ്. പ്രതിരോധം, ഡിഫൻസ്, ആണവോർജം, പിന്നെ
തപാൽ, ടെലഗ്രാഫ്, ബാങ്കിങ്, പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ്, പിന്നെ ഏതൊക്കെയാണ്? വിദേശ വായ്പകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ. ഇതിനൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ കേന്ദ്രമാണ് നിയമങ്ങൾ ഇറക്കുക. ഇനി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കൃഷി, മത്സ്യബന്ധനം, കറക്റ്റ് ആണ്. കൃഷി, മത്സ്യബന്ധനം, പിന്നെ പോലീസ്, ജയില്, പിന്നെ നമ്മളിപ്പോ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പിന്നെ വ്യവസായങ്ങളെ കുറിച്ച് ഇതിലാണ് പറയുന്നത്. മദ്യത്തെ കുറിച്ച് ഇതിലാണ് പറയുന്നത്. മദ്യത്തെ കുറിച്ചിട്ടും ഇതിലാണ് പറയുന്നത്. പിന്നെ ആരോഗ്യം, പൊതുജനാരോഗ്യം, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇന്നാളെ ചോദിച്ചാണ്. പൊതുജനാരോഗ്യം ഏതിലാണ് വരുന്നത്? പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് മദ്യനിയന്ത്രണവും ബാങ്കിങ്ങും. അല്ല, നമ്മളിപ്പോ പറഞ്ഞില്ലേ, ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിൽ വരും, മദ്യനിയന്ത്രണം, മദ്യമൊക്കെ സംസ്ഥാന ലിസ്റ്റിലും വരും. അപ്പൊ ഏതാ തെറ്റ്? കൺകറന്റ് ലിസ്റ്റ് ആണ് തെറ്റ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റ്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കുറച്ച് വിഷയങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളത്: വനം, വിദ്യാഭ്യാസം, വന്യജീവി സംരക്ഷണം, അളവ് തൂക്ക സമ്പ്രദായം, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെ മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായമൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 5 വിഷയങ്ങളും ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതായിരുന്നു. പിന്നെ അത് ഒരു ഭേദഗതി വഴി കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അത് ഏതാ ഭേദഗതി? 42ാം ഭരണഘടനാ ഭേദഗതി. നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞില്ലേ, അതിൽ 2 കാര്യങ്ങളാ പറഞ്ഞ: മൗലിക കടമകൾ 10 എണ്ണം ഉൾപ്പെടുത്തിയെന്നും ഭരണഘടനയുടെ ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തെന്നും. അത് മാത്രമല്ല, ഈ 5 വിഷയങ്ങൾ ഇപ്പൊ പറഞ്ഞ വനം, വിദ്യാഭ്യാസം, വന്യജീവി സംരക്ഷണം, അളവ് തൂക്ക സമ്പ്രദായം, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെ മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു. അതിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഈ 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. ഇത്രയും ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന. അപ്പൊ ആദ്യം എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ? അതായത് നമുക്ക് 1993 ഒരു നിയമമുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, അഥവാ മനുഷ്യാവകാശ സംരക്ഷണ നിയമം. എന്താണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം? 1993. ഇത് പ്രകാരം ഈ നിയമത്തിൽ പറയുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ലെവലില് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ വേണം. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വേണം, സ്റ്റേറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ വേണം, ഒരു മനുഷ്യാവകാശ കോടതിയും വേണം. ഈ 3 എണ്ണവും വേണം എന്ന് പറയുന്നത് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തില് ആണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നൊക്കെ പറയുന്നത്? ഓൾറെഡി അറിയാലോ, കമ്മീഷൻ വരുന്നത് ഈ നിയമം പ്രകാരമാണെന്ന്. ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ വരാൻ കാരണമായ നിയമം. ഓപ്ഷൻസ് എല്ലാം ഏകദേശം ഒരുപോലെ തോന്നും. അപ്പൊ നമുക്കറിയാം മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണെന്ന്, പക്ഷെ കൺഫ്യൂസ് ആവുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. സ്റ്റേറ്റിൽ ഏതൊക്കെ ശരിയായിട്ടുള്ള നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് രൂപം കൊണ്ടത് 93 ഡിസംബർ 11 തെറ്റാണ്. 93 നിയമം വന്നത്, അപ്പൊ തന്നെ സ്റ്റേറ്റിൽ രൂപം കൊള്ളുന്നില്ല. സ്റ്റേറ്റിൽ വരുന്നത് 1998 1998 ഡിസംബർ 11 നമ്മുടെ സ്റ്റേറ്റില് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ കറക്റ്റ് ആണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണുള്ളത്. ഇനി ആരായിരിക്കും ചെയർപേഴ്സൺ ആയിട്ടുള്ളത്? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉം ആണ്. ഒന്ന് തെറ്റാണ്. ഒന്ന് എന്താണ്? 98 ആസ്ഥാനം എവിടെയാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ട്രിവാൻഡ്രം ആണ്. 3 അംഗങ്ങൾ ഉണ്ടാവും. അതായത് ഒരു ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. ചെയർമാൻ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലാസ് എപ്പോഴാണോ കാണുന്നത് ആ ടൈമിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളത്. ഇനി ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ പറയാൻ.
നമ്മുടെ ഈ മനുഷ്യാവകാശ നിയമം 2 പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് കേട്ടോ. 2006-ലും 2019-ലും. 2006-ലും 2019-ലും 2 പ്രാവശ്യം ആണ് ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇനി ഇതില് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സംസ്ഥാനത്ത് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഇവര് രാജിക്കത്ത് കൊടുക്കുന്നത് ഗവർണർക്കാണ്. പക്ഷെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ അപ്പോയിന്റ് ചെയ്യുന്നതും ഇവര് രാജിക്കത്ത് കൊടുക്കുന്നതും ഗവർണർക്കായിരിക്കും. നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആയിരിക്കും. ഇനി ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസും ആദ്യത്തെ ചെയർമാൻ ആരാണ്? എം പരീത് പിള്ളയാണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്. എം പരീത് പിള്ള എപ്പോഴും ആദ്യത്തെ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. എം പരീത് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർമാൻ. ഇപ്പൊ അലക്സാണ്ടർ തോമസ്. ദേശീയത്തിലാണെങ്കിലോ ആദ്യത്തെ ഒരു 150 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർമാൻ ആരാണെന്ന്. രംഗനാഥ മിശ്രയാണ്. രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? വിവരാവകാശ നിയമം എപ്പോഴാ വന്നേ? വിവരാവകാശ നിയമം 2005-ല്. 2005 ഒക്ടോബർ 12-ന് തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ വരുന്നത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ. ഈ വിവരാവകാശ കമ്മീഷൻ ലക്ഷ്യങ്ങളാണ്. ഇപ്പൊ ലക്ഷ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും ട്ടോ. അഴിമതി നിയന്ത്രിക്കുക. കറക്റ്റ് ആണ്. അതായത് നമ്മൾ എല്ലാ വിവരങ്ങളും ഇപ്പൊ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ജനങ്ങൾക്ക് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ അഴിമതി നിയന്ത്രിക്കാൻ പറ്റും. അതേപോലെ രണ്ടാമത്തെ, ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാൻ പറ്റും. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കും. നമുക്ക് അറിയാൻ പറ്റും എല്ലാ പ്രവർത്തനങ്ങളും. അപ്പൊ സുതാര്യമാക്കും. ഇത് 3ഉം ശരിയാണ്. അതുപോലെ വിവരാവകാശ കമ്മീഷന്റെ ലക്ഷ്യത്തില് ചില എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ കോടതിയുടെ ചില കേസുകളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലാതെ വിദേശവുമായിട്ടുള്ള ചില ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ടത് കേട്ടോ. രാഷ്ട്രപതിക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരം, നിയമം നിർമ്മിച്ച അധികാരങ്ങളെ കുറിച്ചിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ, ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഗവർണർ, ഇപ്പൊ സ്റ്റേറ്റ് ഒരു ബില്ല് പാസ്സാക്കി അയക്കുകയാണ് രാഷ്ട്രപതിക്ക് എന്ന് പറഞ്ഞാൽ അതിന് അംഗീകാരം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. അത് രാഷ്ട്രപതിയുടെ ഇഷ്ടമാണ്. രണ്ടാമത്തത്, ബില്ലുകൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. ബില്ലുകൾ പാസ്സാക്കാതെ പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചയക്കാൻ പറ്റും. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ച സംസ്ഥാന ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ 1 വർഷത്തെ സമയപരിധി ലഭിക്കുന്നു. 1 വർഷത്തെ സമയപരിധിയൊന്നും രാഷ്ട്രപതിക്ക് അംഗീകാരത്തിന് അയച്ച ബില്ലിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ 1ഉം 2ഉം ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനയുടെ സവിശേഷതകൾ ഉണ്ട്. അപ്പൊ നമ്മൾ കുറെ ഭരണഘടനയിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ കടമെടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ബന്ധപ്പെട്ട 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാ കറക്റ്റ് എന്ന്. നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. അല്ല. നിർദ്ദേശക തത്വങ്ങൾ ഏതാണ്? അയർലൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗം 4 DPSP 20 എണ്ണം ഉണ്ട്. അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തത്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞത് ഇതിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണ മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. അപ്പൊ ഇത് ഏതിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? അയർലൻഡ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്നല്ല. ലോക്സഭ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. കറക്റ്റ്. ലോക്സഭ സ്പീക്കർ, പിന്നെ ദ്വിമണ്ഡല മന്ത്രിസഭ, ക്യാബിനറ്റ് സമ്പ്രദായം, പിന്നെന്താ റിട്ടുകള്, ഇതൊക്കെ നമ്മൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്താണ്. ഏക പൗരത്വം, നിയമവാഴ്ച, ഇതൊക്കെ നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടാണ്. ഇനി മൗലിക അവകാശങ്ങൾ അമേരിക്കൻ കറക്റ്റ് ആണ്. മൗലിക അവകാശങ്ങളും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തുള്ളത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം ശരി. അപ്പൊ ബി ആണ് ശരി.
ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് പറഞ്ഞത് ഏതാണ്? 91 ഭരണഘടനാ ഭേദഗതി. ഇതില് 52 ഭരണഘടനാ ഭേദഗതി എന്താ പറയുന്നത്? 52 ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തു. 1985 രാജീവ് ഗാന്ധിയുടെ സമയത്ത് കേരള നിയമസഭാംഗം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്താക്കപ്പെട്ട കേരള നിയമസഭാംഗം ആർ ബാലകൃഷ്ണ പിള്ള. ആദ്യത്തെ ലോക്സഭാംഗം ലാൽ ദുഹോമ. 52 ഭരണഘടനാ ഭേദഗതി ഓർമ്മ വന്നില്ലേ? ഇനി 61 ഭരണഘടനാ ഭേദഗതി. 61 ഭരണഘടനാ ഭേദഗതി നമ്മുടെ വോട്ടിംഗ് പ്രായം, വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്നും 18 ആക്കി കുറച്ചത്. വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്നും 18 ആക്കിയത് ഭരണഘടനാ ഭേദഗതിയാണ്. 61 ഭരണഘടനാ ഭേദഗതി. ആ സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത്, ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്നും രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്നും ഒഴിയുകയാണെങ്കിൽ രാഷ്ട്രപതിക്കാണ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് വെക്കാം. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.